ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുഴുങ്ങിയ 2 കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും 2 ചെറിയ സവാളയും ബ്രെഡും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഓയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക്, നമ്മളൊരു പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാള വാടി കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നോക്കാം, നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് പേസ്റ്റോ ചതച്ചതോ ഇല്ലെങ്കിലും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത്, ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് പോകുവോളം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ആണെങ്കിലും നമ്മൾ സവാള ആണെങ്കിലും പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് എണ്ണ ചൂടായി നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തക്കാളിയൊക്കെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞളിൻ്റെ പൊടി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകമാണ്, അതായത് വലിയ ജീരകം. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ. ആ മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേറെ മല്ലിപ്പൊടിയോ ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മീറ്റ് മസാല മാത്രമാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വരുന്ന മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ചേർക്കുന്ന സമയത്ത് നമുക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ. അതിൻ്റെ ഫില്ലിങ് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മീറ്റ് മസാല ചേർക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊടിക്ക് ഒരല്പം കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു അല്പം കൂടി മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര മതിയാകും. കൂടുതൽ പൊടിയായാൽ ആ പൊടിയുടെ ഒരു കുത്തുണ്ടാകും. ഇനി ഈ മീറ്റ് മസാലയും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ എണ്ണയിലും ഈ ഉള്ളിയിലൊക്കെ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് ഉടച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടാണ് ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ഉടച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതെ, നല്ല രീതിയിൽ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൻ്റെ ആ വൈറ്റ് പോർഷനൊക്കെ
ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഉടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയിലേക്ക് നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ പിടിക്കാനായിട്ടാണ് 1 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പില നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഇനി ഒരുപാട് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല ചൂടായിരിക്കല്ലേ, അപ്പോൾ ഇതിൽ കിടന്ന് ആ മല്ലിയിലേക്ക് വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് പിന്നെ കുക്കായിക്കോളും. അപ്പോൾ ഇത്രയും മതി. ഞാനിനി ഫ്ലെയിമൊക്കെ ഓഫാക്കുകയാണ്. ഉപ്പൊക്കെ എനിക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്ത ഉപ്പ് എനിക്ക് ഈ ഒരു ഇതിന് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ. ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ 2 പിഞ്ച് വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം മല്ലിയില ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നീക്കി വെക്കാം. ഇനി നമുക്കിത് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ നിന്ന് ലേശം ഈ സൈഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിത് 5 എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടോ, കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളുടെ ബാക്കിയുള്ള ആ മുട്ടയിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് പീസ് ഫില്ലിംഗ് ഉള്ള നമ്മുടെ ഈ ബ്രെഡിനെ ഇതൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം കേട്ടോ.
നമുക്കിതിൻ്റെ ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ ആദ്യം ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.